ടാലൻ്റ് അക്കാദമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് LD പരീക്ഷയിലെ അല്ലെങ്കിൽ മറ്റ് ജനറൽ എക്സാമിലേക്കൊക്കെ നമുക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരള സംസ്ഥാനവും അതിൻ്റെ ഭരണ സംവിധാനങ്ങളും സിവിൽ സർവീസും ഒക്കെയായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ സ്റ്റേറ്റ് സിവിൽ സർവീസിനെ കുറിച്ച് ഒരുപാട് നമുക്ക് പഠിക്കേണ്ടതില്ല. അപ്പോൾ ജനറലി നമുക്ക് എന്താണ് എന്നൊരു ധാരണയാണ് അവിടെ ഉണ്ടാവേണ്ടത്. എന്താണ് സ്റ്റേറ്റ് സിവിൽ സർവീസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട, നമുക്ക് സിംഗിളായിട്ട് ഒരുപാടൊന്നും പഠിക്കേണ്ടതില്ല. എന്താണ് സ്റ്റേറ്റ് സിവിൽ സർവീസ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ജനറലി നമ്മൾ സിവിൽ സർവീസ് എന്ന് പറയുന്നൊരു ഭാഗത്തിലേക്ക്, അല്ല അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുമ്പോൾ അതിനു മുൻപ് രണ്ട് കാര്യങ്ങളെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് ഈ വിഷയത്തിലേക്ക് പോകുമ്പോൾ. ഒന്നാമത്തേത് എന്താണ് സിവിൽ സർവീസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസ് എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് നമുക്ക് എങ്ങനെയാണ് ഈ സിവിൽ സർവീസ് സംവിധാനങ്ങൾ, അതായത് ബ്രിട്ടീഷ് ഭരണകാലം മുതലേ സിവിൽ സർവീസ് സംവിധാനമുണ്ട്, അത് നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസായി മാറുന്നു, അല്ലെങ്കിൽ നമ്മളത് സംസ്ഥാനങ്ങൾക്കുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ സംവിധാനങ്ങളിലേക്ക് വരുന്നു, സിവിൽ സർവീസിലേക്ക് വരുന്നു. ഇങ്ങനെ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തേത് ഇന്ത്യൻ സിവിൽ സർവീസാണ്, ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്ര ഭാഗത്തേക്ക് വരുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണം ആരംഭിക്കുന്നു. പ്ലാസി യുദ്ധത്തിന് ശേഷമാണ് എന്ന് നമ്മൾ ചരിത്ര ക്ലാസ്സുകളിൽ പഠിക്കാറുണ്ട്. പ്ലാസി യുദ്ധത്തിന് ശേഷം, അതിനു മുൻപേ ഇവിടെ ഉണ്ട് ട്രേഡേഴ്സാണ്, കച്ചവടക്കാർ മാത്രമാണ്. എന്നാൽ പ്ലാസി യുദ്ധത്തിന് ശേഷമാണ് ഇവിടെ ഭരണം ആരംഭിക്കുക. അപ്പോൾ ആദ്യമായി അവർ ഇന്ത്യയിലേക്ക്, ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് നിർമ്മിച്ച നിയമം നോക്കിയാൽ അത് 1773 റെഗുലേറ്റിംഗ് ആക്റ്റാണ്. അതിനുശേഷം പല നിയമങ്ങളുണ്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഉണ്ട്, ചാർട്ടർ ആക്ട് ഉണ്ട്, കൗൺസിൽസ് ആക്റ്റുകളുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. 1947 എത്തുമ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടാണ്. അപ്പോൾ ഇങ്ങനെ ഭരണം തുടങ്ങിയതിന് ശേഷം, ഇങ്ങനെ ഭരണം തുടങ്ങുമ്പോൾ പ്രവിശ്യകളൊക്കെ ഉണ്ട്. ബംഗാൾ പ്രവിശ്യയുണ്ട്, മദ്രാസ് പ്രവിശ്യയുണ്ട്, ബോംബെ പ്രവിശ്യയുണ്ട്. അങ്ങനെ 11 പ്രവിശ്യകളാണ് ഗവർണർമാർ ഭരിച്ചിരുന്നത്. 11 പ്രവിശ്യകളാണ് ഗവർണർമാർ ഭരിച്ചത്. ചീഫ് കമ്മീഷണർമാർ ഭരിക്കുന്ന പ്രവിശ്യകളുമുണ്ട്, വളരെ ചെറുതാണ്. ഇത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഗവർണർ ഭരിക്കുന്ന പ്രവിശ്യ എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കലി ഏരിയ കൊണ്ട് വലുതാണ്. ഇപ്പം മദ്രാസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂപ്രദേശങ്ങൾ മുഴുവനും വരും. ഇന്നത്തെ കേരളത്തിൻ്റെ മലബാർ ഭൂപ്രദേശങ്ങളൊക്കെ ഉൾപ്പെടും മദ്രാസ് പ്രവിശ്യയിലേക്ക്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വരെ മദ്രാസ് പ്രവിശ്യയിലാണെന്ന് ഉൾപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ബോംബെ പ്രവിശ്യ എന്ന് നോക്കിയാൽ ഇന്നത്തെ മഹാരാഷ്ട്ര മുഴുവനും, ഇന്നത്തെ ഗുജറാത്ത് മുഴുവനും, ഹൈദരാബാദിൻ്റെ ചില ഭൂപ്രദേശങ്ങൾ കൂടിയുണ്ട് അന്നത്തെ ബോംബെ പ്രവിശ്യ. അപ്പോൾ പ്രവിശ്യ എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കലി ഇത്തിരി വലുതാണ്. അത് ഭരിക്കുന്നത് ഗവർണർമാരാണ്. ദെൻ ചീഫ് കമ്മീഷണർമാർ ഭരിക്കുന്ന ഭൂപ്രദേശങ്ങളുണ്ട്, താരതമ്യേന ചെറുതാണ്. നമ്മൾക്ക് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടല്ലോ നിലവിൽ, അതേ ഒരു സംവിധാനം. അതാണ് കേന്ദ്രഭരണ പ്രദേശമായത് എന്നൊന്നും ധരിച്ചു വെക്കരുത്, ആ ഒരു സംവിധാനമാണ്. അപ്പോൾ ഇങ്ങനെ പ്രവിശ്യകളുമുണ്ട്. അത് ഗവർണർമാർ ഭരിക്കുന്ന പ്രവിശ്യ, ചീഫ് കമ്മീഷണർമാർ ഭരിക്കുന്ന പ്രവിശ്യകളുമുണ്ട്. ഇവിടെയുണ്ട് ഇതിൻ്റെ എല്ലാം പരിപൂർണനായ അധികാരി, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അധികാരി വൈസ്രോയി എന്ന പദവി. അത് പല പദവികൾ മാറി മാറിയാണ് വൈസ്രോയിലെത്തുക. നിങ്ങൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഗവർണർ ജനറൽ എന്നും, ബംഗാൾ ഗവർണർ എന്നും, ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, വൈസ്രോയി, ഇങ്ങനെ മാറി മാറി വരാറുണ്ട്. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നിങ്ങളങ്ങനെ പഠിക്കും. അപ്പോൾ വൈസ്രോയിയാണ് ഇതിൻ്റെ തലവൻ എന്ന് പറയുക. അപ്പോൾ വൈസ്രോയി കേന്ദ്രഭരണം നടത്തുന്നു. സിമ്പിളായിട്ട് പറഞ്ഞത് കേന്ദ്രഭരണം, താഴെ സംസ്ഥാനങ്ങൾ, ഇന്ന് സംസ്ഥാനങ്ങളുള്ളതുപോലെ പ്രവിശ്യാഭരണങ്ങളാണ്, പ്രവിശ്യകൾ ഭരിക്കുന്നത് ഗവർണർമാർ. അപ്പോൾ ഈ ഭരണ സംവിധാനത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് അന്നുണ്ടായിരുന്ന സിവിൽ സർവീസ്. സംഗതി ബ്രിട്ടീഷ് ഇന്ത്യയൊക്കെയാണ്, പക്ഷെ അതിൻ്റെ പേര് എങ്ങനെ തന്നെയാണ്? ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് തന്നെയാണ് പേര്, ഇന്ത്യൻ സിവിൽ സർവീസ്. 1800-കൾക്കൊക്കെ ശേഷം ഇന്ത്യയിലുണ്ടായിരുന്ന ഒരുപാട് സിവിൽ സർവീസ്, ഇപ്പോൾ ബ്രിട്ടീഷുകാരാണ് ഈ മുഴുവൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും. നമ്മൾ പല രീതിയിൽ നമ്മൾ ഓപ്പൺ കോമ്പറ്റീഷനൊക്കെ ആകുന്നു എന്നൊക്കെ പറയാം. 1853 ആ ചാർട്ടർ ആക്റ്റിൽ എത്തുമ്പോഴാണ് സിവിൽ സർവീസിലേക്ക് ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരീക്ഷ എഴുതാം, ഇന്ത്യക്കാർക്കും ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതാമെന്ന നിലയിലേക്ക് എത്തുക. അതിന് മുൻപുള്ളത് മുഴുവൻ നോക്കിയാൽ ആര് മാത്രമേ ഉള്ളൂ? ബ്രിട്ടീഷുകാർ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ വെച്ചല്ല ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പരീക്ഷ നടക്കുക, ലണ്ടനിൽ വെച്ചാണ് നടക്കുക. അവിടെ നിന്ന് പരീക്ഷ എഴുതും. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ എല്ലാം പ്രഭുക്കന്മാരാണ് കേട്ടോ, പ്രഭു കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. ബ്രിട്ടനിൽ നിന്നുള്ളവർ പോലും സാധാരണ ആളുകൾ വന്നിട്ടില്ല, പ്രഭു കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. ഈ വൈസ്രോയിമാരും എല്ലാം പ്രഭുക്കന്മാരാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ബ്രിട്ടനിലൊരു
അവരുടെ ഒരു കുടുംബ മഹിമയുടെ കാര്യം കൂടിയായിരുന്നു ഇങ്ങനെ ഇന്ത്യയിൽ സിവിൽ സർവീസ് ജോലി ചെയ്യും, ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പോൾ ഒരു 20-21 വയസ്സിലൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അന്ന് ഇന്ത്യൻ സിവിൽ സർവീസ് എഴുതി പാസ്സാകും, ഇന്ത്യയിൽ വന്ന് നിയമിക്കപ്പെടും, പിന്നെ ഇവിടെ ജീവിക്കുകയാണ്. അപ്പോൾ അത് വിവാഹമൊക്കെ കഴിച്ചവർ എല്ലാവരും ഇവിടെ വന്ന് കുടുംബമായി താമസിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കാലഘട്ടങ്ങളിൽ. അങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് മുഴുവനുമായും ബ്രിട്ടീഷുകാരായിരുന്ന കാലഘട്ടമാണ്. ഈ സിവിൽ സർവീസിലേക്ക് ഓപ്പൺ കോമ്പറ്റീഷൻ സംവിധാനം വേണമെന്ന ആവശ്യം കൊണ്ടുവരുന്നത് 1833-ലാണ്. എന്നാൽ 1833 ചാർട്ടർ ആക്റ്റിൽ അതിന് അനുവാദം കിട്ടിയില്ല. ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, അതായത് എല്ലാവർക്കും പരീക്ഷ എഴുതാം, അത് അനുവദിച്ചില്ല. അതിനുശേഷം 1853 ചാർട്ടർ ആക്ട് വരുമ്പോഴാണ് ഓപ്പൺ കോമ്പറ്റീഷൻ സംവിധാനം സിവിൽ സർവീസിലേക്ക് അനുവദിക്കുക. അങ്ങനെ 1854 ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിയമിതനായി. അത് സത്യേന്ദ്രനാഥ് ടാഗോറാണ് ആദ്യമായി ഇന്ത്യൻ സിവിൽ സർവീസിൽ നിയമിക്കപ്പെട്ട ഇന്ത്യക്കാരൻ. അപ്പോഴും പരീക്ഷ എവിടെ നടക്കുന്നില്ല? ഇന്ത്യയിൽ നടക്കുന്നില്ല. അപ്പോഴും പരീക്ഷ ഇന്ത്യയിലില്ല, ലണ്ടനിലായിരുന്നു പരീക്ഷ. ഇന്ത്യക്കാർക്ക് എഴുതാം, എവിടെ പോയി പരീക്ഷ എഴുതണം? ലണ്ടനിൽ പോയി പരീക്ഷ എഴുതണം. അങ്ങനെ 1900 ശേഷം നമ്മൾ പലരും ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഈ സിവിൽ സർവീസ് പരീക്ഷകൾ എവിടെ വെച്ച് തന്നെ നടത്തണം? ഇന്ത്യയിൽ വെച്ച് തന്നെ നടത്തണം. നമ്മുടെ പലപ്പോഴായിട്ടുള്ള ആവശ്യം അംഗീകരിക്കപ്പെടുന്നു 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എത്തുമ്പോൾ ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ തന്നെ നടത്താനുള്ള അനുമതി ലഭിക്കുകയാണ്. അപ്പോൾ ഇത് നടത്തണമെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥാപനം വേണം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. നമ്മുടെ പരീക്ഷകൾ കൺട്രോൾ ചെയ്യുന്നത് സംസ്ഥാന തലത്തിലാണെങ്കിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്, കേന്ദ്ര തലത്തിലാണെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. ഇങ്ങനെ അപ്പോൾ ഇതുപോലൊരു സ്ഥാപനം വേണം ഈ പരീക്ഷ ഇവിടെ കണ്ടക്ട് ചെയ്യാനായിട്ട്, നടത്തിപ്പിനായിട്ട്. അങ്ങനെ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്തിനനുവാദം കൊടുത്തു? പബ്ലിക് സർവീസ് കമ്മീഷന്, അല്ലെങ്കിൽ ഇവിടെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ സംവിധാനം കൊണ്ടുവരാനുള്ള അനുവാദം നൽകി. ഇനി ഇതെങ്ങനെ നടത്തും അല്ലെങ്കിൽ എങ്ങനെ രൂപീകരിക്കും എന്നതിനെ പറ്റിയാണ്. അങ്ങനെ 19 ആക്ടിൽ അത് അനുവദിച്ചതുകൊണ്ട് 1924 ഒരു കമ്മിറ്റി നിയമിക്കപ്പെട്ടു. അതാണ് നമ്മൾ സർ ലീ കമ്മിറ്റി എന്ന് പഠിക്കുക. ലീ കമ്മിറ്റി. അങ്ങനെ ലീ കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഒരു ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായി 1926. ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല. അപ്പോൾ 26 ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമാകുന്നു. ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം? ലീ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം. എന്തുകൊണ്ട് ലീ കമ്മിറ്റി വരുന്നു? 19 ആക്ടിൽ അനുവദിച്ചു സിവിൽ സർവീസ് ഇവിടെ നടത്താം. അങ്ങനെ 26 എത്തിയപ്പോൾ ഈ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അതേ ജോലിയാണ് ഇന്ന് നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയ്യുക. ആ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ 26 രൂപീകൃതമായി അവർ ചെയ്തിരുന്ന അതേ ജോലിയാണ് ഇന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ചില പരീക്ഷകൾ ചോദ്യങ്ങളിലേക്ക് ഇങ്ങനെ കാണും, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC സ്ഥാപിതമായതെന്നു ചോദിച്ചാൽ 1926. അങ്ങനെ 26 ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമാകുന്നു. അപ്പോൾ കൃത്യമായിട്ട് ധാരണയുണ്ടാവേണ്ട. അതായത് നമുക്ക് നിലവിലെ പരീക്ഷകളിലേക്കൊക്കെ നോക്കിയാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് എയും ബിയും 2 സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആൻസർ ഓപ്ഷനിലേക്ക് വരുമ്പോൾ എ മാത്രം ശരി, ബി മാത്രം ശരി, രണ്ടും ശരി, രണ്ടും തെറ്റ്, ഇങ്ങനെ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം വിഷയത്തെപ്പറ്റി. അങ്ങനെ നോക്കുമ്പോൾ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നു. നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിലേക്ക് നോക്കിയാൽ ഒരു കേന്ദ്രീകൃത ഭരണമുണ്ട്. വൈസ്രോയി ഉൾപ്പെടുന്ന ഒരു കേന്ദ്രീകൃത ഭരണമുണ്ട്. പ്രവിശ്യാഭരണങ്ങളുമുണ്ട്. ഗവർണർമാർ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർമാർ ഭരിക്കുന്ന പ്രവിശ്യകളുമുണ്ട്. ആകെ ഒറ്റ പബ്ലിക് സർവീസ് കമ്മീഷനേ ഉള്ളൂ. പ്രവിശ്യയിലേക്ക് നിയമിക്കപ്പെടേണ്ട സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായാലും ഒരു കേന്ദ്രതലത്തിൽ നിയമിക്കപ്പെടേണ്ട സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായെങ്കിലും എന്തു മാത്രമേ ഉള്ളൂ? ഒരു ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ മാത്രമേ ഉള്ളൂ ആ 26 രൂപീകൃതമായത്. അതിനുശേഷം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നപ്പോൾ ഈ ഒരു സംവിധാനത്തെ വീണ്ടും വിഭജിക്കുകയാണ്. ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ആശയത്തിൽ നിന്നും എന്തും കൂടി വരുന്നു? പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ കൂടി. പ്രവിശ്യകൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ അനുവദിക്കുന്നു 35 ആക്ടിൽ.
അപ്പോൾ 35 ആക്ടിലെത്തിയപ്പോഴാണ് എന്തായത്, ഒരു ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതുപോലെ തന്നെ പ്രവിശ്യകൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ വരുന്നത് 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നിലവിൽ നമ്മുടെ സംവിധാനങ്ങളിലേക്ക് നോക്കിയാൽ, നിലവിൽ നമ്മുടെ സംവിധാനം പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന സിസ്റ്റത്തിലേക്ക് നോക്കിയാൽ, കേന്ദ്രത്തിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്, കേന്ദ്രതലത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഇല്ലേ? അപ്പോൾ നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥാപനത്തെ പറ്റിയും, UPSSCയെ പറ്റിയും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയും ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഒറ്റ ആർട്ടിക്കിളിലാണ് പറയുക, ആർട്ടിക്കിൾ 315. രണ്ടുപേരെ പറ്റിയും പറയുന്നത് 315 ആർട്ടിക്കിളാണ്. അപ്പം നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഭരണഘടനയിലെ സിസ്റ്റം അനുസരിച്ച് രണ്ട് സംവിധാനവും ഉണ്ടല്ലോ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും ഉണ്ട്, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്. അതുകൊണ്ട് ഇത് രണ്ട് രീതിയിൽ തുടങ്ങിയത് എന്നു മുതലാണ്? 35 മുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പഠിക്കും, ആശയം കടമെടുത്ത ഭാഗത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ആശയം, നിലവിൽ നമ്മുടെ രണ്ട് സിസ്റ്റമുള്ള പബ്ലിക് സർവീസ് കമ്മീഷനാണല്ലോ, ഈ ആശയം എവിടെ നിന്ന് കടമെടുത്തു? 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടമെടുത്തു. പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനിലെ ക്ലാരിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ആശയം കടമെടുത്തത് 35 ആക്ടിൽ നിന്ന്. കാര്യം 35 രണ്ട് തരത്തിൽ ഡിവിഷൻ നടന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ പഠിക്കും UPSSC സ്ഥാപിതമായത് എന്ന് മുതൽ? 26 മുതൽ. ചിലർക്ക് സംശയമാണ്, 26 ഇത് സ്ഥാപിതമായല്ലോ, പിന്നെ എങ്ങനെയാണ് ആശയം 35 മുതൽ കടമെടുക്കുക എന്ന് പറയുക? അപ്പോൾ 26 മുതലേ സ്ഥാപിതമായിട്ടുണ്ട്, എന്നാൽ ആശയം കടമെടുത്തതിൻ്റെ കാര്യം 35 എന്ന് പറയാൻ അവിടെയാണ് നിലവിലുള്ള സിസ്റ്റത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ആശയം കടമെടുത്തത് 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും. എന്ന് മുതൽ UPSSC ആരംഭിച്ചു? 26 മുതലാണ്. 2-3 ചോദ്യങ്ങളിൽ അവിടെ ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മൾ ചില സ്ഥലത്ത് ഇങ്ങനെ വായിക്കും, പബ്ലിക് സർവീസ് കമ്മീഷന് ഇന്ത്യയിൽ അനുമതി നൽകിയ ആക്ട് എന്ന് ചോദിച്ചാൽ അത് 19 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. നമ്മൾ ആശയം കടമെടുത്ത് 35 പഠിക്കുക. പക്ഷെങ്കിൽ ഒരു ചോദ്യത്തിനാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് അനുമതി നൽകിയ ആക്ട് ഏതെന്ന് ചോദിച്ചാൽ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതനുസരിച്ച് 24 ലീ കമ്മീഷൻ, 26 ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്നാൽ ആശയം കടമെടുത്തതെന്ന് ചോദിച്ചാൽ അത് 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. താൽക്കാലികമായിട്ട് ആ ഒരു ചരിത്രഭാഗം അങ്ങനെ നിൽക്കട്ടെ. നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് നമുക്കവിടെ പോകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, പബ്ലിക് സർവീസ് കമ്മീഷൻ സംവിധാനം 1800 മുതലേ ഉണ്ട്. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ മുതലേ ഇന്ത്യൻ സിവിൽ സർവീസ് ഉണ്ട്. നമ്മളിൽ ഒരു ഇന്ത്യക്കാരൻ ആദ്യമായിട്ട് ഇന്ത്യൻ സിവിൽ സർവീസ് നിയമിക്കപ്പെട്ടത് 1854 അതിന് കാരണം 53 ചാർട്ടർ ആക്റ്റാണ് ഈ ഓപ്പൺ കോമ്പറ്റീഷൻ സംവിധാനം അനുവദിച്ചത്. ദെൻ 1900 ശേഷം നമ്മൾ ആവശ്യപ്പെടുന്നു ഇന്ത്യയിൽ വെച്ച് നടത്തണം. അന്ന് വരെ പരീക്ഷ ലണ്ടനിലാണ്. അങ്ങനെ പരീക്ഷ ഇവിടെ നടത്താനായിട്ട് അനുമതി നൽകുന്നു 19 ഗവൺമെൻറ് ഓഫ്. അപ്പോൾ ഇവിടെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം ഇത് നടക്കണമെങ്കിൽ. അങ്ങനെ 19 ആക്ട് ആയപ്പോൾ അതിന് അനുമതി ലഭിച്ചു. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷന് അനുമതി നൽകിയ ആക്ട് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതനുസരിച്ച് ഒരു കമ്മീഷൻ വന്ന് എങ്ങനെ രൂപീകരിക്കണം ഇതെന്ന് പഠിക്കാൻ, അതാണ് ലീ കമ്മീഷൻ. 24 ലീ കമ്മീഷൻ. കമ്മീഷൻ്റെ റിപ്പോർട്ട് കിട്ടി. അതനുസരിച്ച് 26 നമ്മൾ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറുക. 35 അപ്പോൾ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേന്ദ്രതലത്തിലും പ്രവിശ്യാതലത്തിലും നിയമനങ്ങളും പരീക്ഷയും സെലക്ഷനും ഒക്കെ നടത്തുക. 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നപ്പോൾ പ്രവിശ്യകൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ PPSC സ്ഥാപിതമായി. നമുക്കിപ്പോൾ 2 സംവിധാനങ്ങളുണ്ട്. ഈ 2 സംവിധാനങ്ങളെ പറ്റി നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പോൾ 2 സംവിധാനങ്ങളുള്ള ആശയം നമ്മൾ കടമെടുത്തത് 35 ആക്ടിൽ നിന്നും. അങ്ങനെ 1947 എത്തുന്നു, ഇന്ത്യ സ്വതന്ത്രമാകുന്നു. നമ്മൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് എത്തുന്നു. അത് താൽക്കാലികമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു ചരിത്രമാണ്. നമ്മൾ പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മളതിനെക്കുറിച്ച്. രണ്ടാമത് ഇന്ത്യൻ സിവിൽ സർവീസിനെ പറ്റിയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ പറ്റി. ഇന്ത്യൻ സിവിൽ സർവീസാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 തരംതിരിച്ച് പറയാൻ പറ്റും, 3 ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റും. ഒന്ന് ഓൾ ഇന്ത്യ സർവീസാണ്, അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് എന്ന് പറയും. രണ്ടാമത്തത് കേന്ദ്ര സർവീസുകളാണ്, സെൻട്രൽ സർവീസുകളാണ്. മൂന്നാമത്തത് സ്റ്റേറ്റ് സിവിൽ സർവീസാണ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ 3 പറയാൻ പറ്റും. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയാൻ പറ്റും, സെൻട്രൽ സർവീസ് കേന്ദ്ര സർവീസുകൾ എന്ന്, അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ്, സംസ്ഥാന സിവിൽ സർവീസ് എന്ന് 3 തരംതിരിച്ച് പറയാൻ പറ്റും. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറഞ്ഞാൽ
നിയമനം നടത്തുക അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് 3 രീതിയിൽ ഓർത്തിരുന്നാൽ മതി കാര്യം. തിരഞ്ഞെടുപ്പ് ആരാണ് ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. അത് UPSSC ആണ് ഓൾ ഇന്ത്യ സർവീസിലേക്ക് തിരഞ്ഞെടുക്കുക. അപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഓൾ ഇന്ത്യ സർവീസിലേക്ക് ആരാണ്? UPSSC ആണ് തിരഞ്ഞെടുപ്പ് നടത്തുക. ഇനി എവിടെയൊക്കെ നിയമിക്കപ്പെടാം, അതായത് നമുക്ക് സംസ്ഥാന ഭരണങ്ങളുണ്ട്, കേന്ദ്ര ഭരണമുണ്ട്, എവിടെ നിയമിക്കപ്പെടാമെന്നുള്ളതാണ്. ഇത് സംസ്ഥാനത്തിന് കീഴിൽ നിയമിക്കപ്പെടാം. ഓൾ ഇന്ത്യ സർവീസിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, പക്ഷേ നിയമനം എവിടെയാകാം? ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലാകാം, കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലും ആകാം. ഇപ്പോൾ നമ്മൾ IAS, IPS, IFS അത് ഫോറിൻ സർവീസ് അല്ല, ഫോറസ്റ്റ് സർവീസാണ്. ഇവിടെ പറയുന്ന IFS എന്ന് പറയും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഇന്ത്യൻ പോലീസ് സർവീസ് നമ്മൾ UPSSCയുടെ സിവിൽ സർവീസ് പരീക്ഷകൾ പാസ്സായാണ് സിവിൽ സർവീസ് നേടുക. അപ്പോൾ അങ്ങനെ സിവിൽ സർവീസ് നേടുമ്പോൾ പോലീസ് സർവീസിലേക്ക് IPS എന്ന റാങ്ക് കിട്ടി. IPS റാങ്കിൽ നിയമിക്കപ്പെടുന്ന ഒരാൾ ഒരുപക്ഷെ ആദ്യം ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലാകാം, ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറാകാം, അല്ലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആകാം. ഇങ്ങനെയുള്ള പദവികളിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലാണ് നിയമിക്കപ്പെടുക. അതിനുശേഷം പല പ്രൊമോഷനിലൂടെ കയറി വരാം. ഇപ്പോൾ ഡെപ്യൂട്ടേഷനുകൾ നൽകി കേന്ദ്രത്തിലേക്ക് പോകാറുണ്ട് ചില ആളുകൾ, IPS റാങ്കിലുള്ളവർ, IAS റാങ്കിലുള്ളവർ, അല്ലെങ്കിൽ CBIയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ആരുടെ കീഴിലായി? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലായി. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കുന്നത് കംപ്ലീറ്റ്ലി UPSSC ആണ്. UPSC ആണ് ഓൾ ഇന്ത്യ സർവീസിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. എവിടെയൊക്കെ നിയമിക്കപ്പെടാം? കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ നിയമിക്കപ്പെടാം, സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ നിയമിക്കപ്പെടാം. അതാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുക. UPSSC ആണ് തിരഞ്ഞെടുപ്പ്. രണ്ടാമത്തത് സെൻട്രൽ സർവീസാണ്. സെൻട്രൽ സർവീസ് കേന്ദ്ര സർവീസുകളാണ്. സെൻട്രൽ സർവീസിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. അപ്പോൾ സെൻട്രൽ സർവീസിൽ നമുക്ക് പല കാറ്റഗറിയായിട്ട്, ഗ്രൂപ്പുകളായിട്ടൊക്കെ പറയാറുണ്ട്. പലരും നിങ്ങളങ്ങനെ കേൾക്കാറുണ്ട്, ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, അങ്ങനെ പറഞ്ഞ് പല തസ്തികകളായിട്ട് തരംതിരിക്കാറുണ്ട്. സെൻട്രൽ സർവീസിലേക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക്, ഏറ്റവും ഉയർന്ന പദവികളിലേക്ക്, ഗ്രൂപ്പ് Aയിലൊക്കെ ഉൾപ്പെടുന്ന പദവികളിലേക്ക് സെലക്ഷൻ നടത്തുന്നത് UPSSC ആണ്. ഏറ്റവും ടോപ്പ് ലെവലിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ പരീക്ഷകൾ നടത്തുന്നത് ആരാണ്? UPSSC ആണ് ആ പരീക്ഷ നടത്തുക. എവിടെ മാത്രമേ നിയമിക്കപ്പെടൂ? കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ മാത്രമേ നിയമിക്കപ്പെടൂ. അതാണ് സെൻട്രൽ സർവീസും ഓൾ ഇന്ത്യ സർവീസും വ്യത്യാസം. ഓൾ ഇന്ത്യ സർവീസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കീഴിൽ നിയമിക്കപ്പെടാം. സർവീസിൻ്റെ കാറ്റഗറി ഏതാണ്? ഓൾ ഇന്ത്യ സർവീസാണ്. പക്ഷേ എങ്കിൽ സെൻട്രൽ സർവീസ് എന്ന് പറഞ്ഞാൽ എവിടെ മാത്രമേ നിയമിക്കപ്പെടൂ? കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ മാത്രമേ നിയമിക്കപ്പെടൂ. അപ്പോൾ അത് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് കംപ്ലീറ്റ് സെലക്ഷൻ നടത്തുന്നത് UPSSC ആണ്. മിഡിൽ ലെവലിലേക്കും ലോവർ ലെവലിലേക്കും, സെൻട്രൽ സർവീസുകളിൽ മിഡിൽ ലെവലിലേക്കും ലോവർ ലെവലിലേക്കും സെലക്ഷൻ നടത്തുന്നവരാണ് SSC എന്ന് പറയുക, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. പലർക്ക് സംശയമാണ് ഈ UPSSCയും SSCയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. സെൻട്രൽ സർവീസുകളുണ്ട്, സെൻട്രൽ സർവീസ് അതിൽ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്കും താഴെ മിഡിൽ ലെവലിൽ ലോവർ ലെവലിലൊക്കെ ചിലതൊക്കെ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്കെല്ലാം സെൻട്രൽ സർവീസിൽ ആര് തന്നെയാണ്? UPSSC തന്നെയാണ്. ഓൾ ഇന്ത്യ സർവീസ് കംപ്ലീറ്റ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് UPSSC തന്നെയാണ്. സെൻട്രൽ സർവീസിൽ, കേന്ദ്ര സർവീസിൽ മിഡിൽ ലെവലിലോ ലോവർ ലെവലിലോ ഉള്ള സെലക്ഷൻ നടത്തുന്നവരാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുക. അപ്പോൾ ആ വ്യത്യാസം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ SSC UPSC എന്താ വ്യത്യാസം എന്നാണ്. ഇനി സെൻട്രൽ സർവീസിൻ്റെ കാര്യം കോമൺ ആയിട്ട് ഓർക്കുക. സെൻട്രൽ സർവീസ് നിയമിക്കപ്പെടുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ മാത്രമായിരിക്കും, കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ മാത്രമായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ എഴുതുന്നതാണ് SSC പരീക്ഷ MTS എന്ന് പറയും. MTS മൾട്ടി ടാസ്ക് സർവീസ്. അപ്പോൾ MTS നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് എന്ന് സ്റ്റേറ്റ് തലത്തിൽ പറയാറില്ലേ? അതേ സംവിധാനമാണ് സെൻട്രൽ തലത്തിൽ MTS എന്ന് പറയുക. കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലാണ് നിയമിക്കപ്പെടുക. SSC ആണ് തിരഞ്ഞെടുക്കുക, ലോവർ ലെവലാണ്. സെൻട്രൽ സർവീസിൽ ലോവർ ലെവലിൽ വരുന്നതാണ്. അതാര് തിരഞ്ഞെടുക്കുന്നു? SSC ആണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സ്റ്റേറ്റ് സിവിൽ സർവീസ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ വളരെ പ്രധാനപ്പെട്ട ചില പദവി, ഒരുപാട് പൊസിഷനുകൾ സിവിൽ സർവീസിലേക്ക് സ്റ്റേറ്റ് സിവിൽ സർവീസായിട്ട് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ജോലികൾ, ഡിഗ്രി ലെവൽ യോഗ്യതയുള്ളതാണ് ആ വരുന്ന പരീക്ഷകളെല്ലാം തന്നെ. ഡിഗ്രി ലെവലുള്ളവരാണ് ആ ലെവൽ പരീക്ഷകളിലേക്ക് വരിക. പ്രമോഷനായി വരുന്നവരുമുണ്ട് കേട്ടോ. അത് ഓരോ സംസ്ഥാനത്തിൻ്റെയും നിയമങ്ങൾക്ക് അനുസരിച്ചാണ് അത് നടപ്പില്ല. എന്തായാലും മൂന്നാമത്തെ കാറ്റഗറിയാണ് സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് പറയുക. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ കീഴിലാണ് നിയമിക്കപ്പെടുക. ആരായിരിക്കും തിരഞ്ഞെടുക്കുക? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. സിമ്പിളായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ മൂന്നായി തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തത് ഓൾ ഇന്ത്യ സർവീസ്, കംപ്ലീറ്റ് തിരഞ്ഞെടുപ്പ് UPSSC ആണ്.
സെൻട്രലിൻ്റെ കീഴിലും സ്റ്റേറ്റിൻ്റെ കീഴിലും നിയമിക്കപ്പെടാം. രണ്ടാമത്തേത് സെൻട്രൽ സർവീസ്, കേന്ദ്ര സർവീസുകൾ എന്ന് പറയും. ടോപ്പ് ലെവൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് UPSSC ആണ്. മിഡിൽ ലെവലിലും ലോവർ ലെവലിലും SSC തെരഞ്ഞെടുപ്പ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മാത്രമേ നിയമിക്കപ്പെടുകയുള്ളൂ. മൂന്നാമത്തേതാണ് സ്റ്റേറ്റ് സിവിൽ സർവീസ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ നിയമിക്കപ്പെടും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് നിയമിക്കപ്പെടുക. പ്രൊമോഷൻ കിട്ടി ഓൾ ഇന്ത്യ സർവീസിലേക്ക് പോകാം കേട്ടോ, അത് നിയമത്തിൻ്റെ കണ്ടീഷനുകളൊക്കെ അനുസരിച്ചാണ് അത് നടക്കുക. ജനറലി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് നിയമിക്കപ്പെടുക. ആര് തിരഞ്ഞെടുക്കുന്നു? സ്റ്റേറ്റ് സിവിൽ സർവീസ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, നമ്മുടെ ഈ സിവിൽ സർവീസിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി, എങ്ങനെ അത് ഇവിടെ എത്തുന്നു, 47 എത്തി നിൽക്കുന്നു, 19 ആക്ട് എന്ത്, 35 ആക്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റി. രണ്ട്, നിലവിലെ ഇന്ത്യൻ സിവിൽ സർവീസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ്. അതിൽ സ്റ്റേറ്റ് സിവിൽ സർവീസിലേക്കാണ് നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത്, സ്റ്റേറ്റ് സിവിൽ സർവീസിലേക്ക്. അപ്പോൾ നമ്മുടെ ബാക്കി സ്ലൈഡുകളിലേക്ക് പയ്യെ നീങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നേരിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ്. ആദ്യകാലത്ത് പ്രൊവിൻഷ്യൽ സിവിൽ സർവീസ് എന്ന് അറിയപ്പെട്ടിരുന്നവയാണ് പിൽക്കാലത്ത് സംസ്ഥാന സിവിൽ സർവീസായി മാറിയ പ്രൊവിൻഷ്യൽ സിവിൽ സർവീസ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, നമ്മൾ മുൻപാദ്യമേ അത് പറഞ്ഞു വെച്ചിരുന്നു. 35 ആക്ട് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനെ ഒന്നുകൂടി വിപുലപ്പെടുത്തി പ്രവിശ്യകൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ അനുവദിക്കുന്നു. അങ്ങനെ സെൻട്രൽ സംവിധാനത്തിൽ ഫെഡറൽ അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രവിശ്യകൾക്ക് പ്രൊവിൻഷ്യൽ സിവിൽ സർവീസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ പ്രൊവിൻഷ്യൽ സിവിൽ സർവീസ് സംവിധാനങ്ങളാണ് പിന്നീട് എന്തായി മാറുന്നത്? സംസ്ഥാന സിവിൽ സർവീസായി മാറുന്നത്. പിന്നീട് സംസ്ഥാന സിവിൽ സർവീസായി മാറുന്നത് ഈ പ്രൊവിൻഷ്യൽ സിവിൽ സർവീസാണ്. സംസ്ഥാനത്തിനുള്ളിലെ പ്രധാന ഉദ്യോഗ പദവികളാണ് ഇതിൽ ഉൾപ്പെടുക. ഞാൻ പറഞ്ഞു നമുക്ക് സിവിൽ സർവീസിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു എന്ന് നോക്കി എല്ലാ പദവികളും അങ്ങനെ അറിഞ്ഞിരിക്കേണ്ടതില്ല, ജനറലൈസ് ചെയ്തുകൊണ്ട് അറിഞ്ഞിരുന്നാൽ മതി. ഇതിൽ പ്രധാനപ്പെട്ട ചില പദവികളൊക്കെയാണ് ഉൾപ്പെടുക. സംസ്ഥാനത്തിനുള്ളിലെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗ പദവികളാണ് എന്തിൽ ഉൾപ്പെടുക? സ്റ്റേറ്റ് സിവിൽ സർവീസിൽ, സംസ്ഥാന സിവിൽ സർവീസിൽ ഉൾപ്പെടുക എന്നുള്ളതാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇതിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുക. നമ്മൾ ആദ്യമേ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിരുന്നു, ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞിരുന്നു എന്ത് എങ്ങനെ എന്നതിനെപ്പറ്റി. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് സ്റ്റേറ്റ് സിവിൽ സർവീസിൽ പറഞ്ഞു ആരാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇതിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക, ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുക, അവരെ നിയമിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം ചെയ്യുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇനി ഏറ്റവും അടുത്ത കാലത്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം, ഒരു ജനറൽ ഐഡിയയ്ക്കാണ് KAS എന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, നമ്മൾ പുതുതായൊക്കെ രൂപീകരിച്ചതാണ്. അപ്പോൾ KAS എന്നത് സംസ്ഥാന സിവിൽ സർവീസിനുള്ള ഒരു ഉദാഹരണമാണെന്നുള്ളതാണ്. KAS എന്നത് അടുത്ത കാലത്ത് നടന്ന ഒരു സംവിധാനം അനുസരിച്ച് KAS ഒരു സ്റ്റേറ്റ് സിവിൽ സർവീസിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റ് ചില പ്രധാനപ്പെട്ട പദവികളെല്ലാം ഒന്നും നമ്മൾ കാണാതെ പഠിച്ചിരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വിഷയം വായിക്കുമ്പോൾ ഒരു ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ചില പ്രധാനപ്പെട്ട പദവികളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുക. അതിൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, BDO എന്ന് നമ്മൾ പറയും, അതൊരു സിവിൽ സർവീസാണ്. തഹസീൽദാർ എന്ന് പറയുന്നത് സിവിൽ സർവീസാണ്. എക്സൈസ് ആൻഡ് ടാക്സേഷൻ ഓഫീസർ, ഡിസ്ട്രിക്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ, വെൽഫെയർ ഓഫീസർ, അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ഉണ്ട്, ഫുഡ് ആൻഡ് സപ്ലൈസ് ഓഫീസർ. ഇനി സ്റ്റേറ്റ് സിവിൽ സർവീസ് ക്ലാസ് 1, അതായത് മുൻപ് പറഞ്ഞതൊക്കെയാണ് ഉൾപ്പെടുന്നതാണ്. ക്ലാസ് 1 ഉൾപ്പെടുന്നതാണ് KAS എന്ന് പറയുക, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസൊക്കെ ക്ലാസ് 1 ഉൾപ്പെടുന്നതാണ്. പോലീസ് സർവീസ് ഉണ്ട്, അതും ക്ലാസ് 1. പോലീസ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സിവിൽ സർവീസായിട്ട് പരിഗണിക്കുന്നത് ഏറ്റവും താഴെ, ഇപ്പോൾ കോൺസ്റ്റബിൾ തരത്തിലുള്ളതല്ല അവിടെ പോലീസ് സർവീസിലേക്ക് ഉൾപ്പെടുത്തുക. ജനറലി നമുക്ക് അറിയാം ഡിഗ്രി ലെവൽ യോഗ്യതയുള്ളതായിരിക്കും. അപ്പോൾ SI മുതലുള്ളതൊക്കെയാണ് അതിൻ്റെ പ്രൊമോഷനൊക്കെ ഉൾപ്പെടുന്നതായിട്ടാണ് സിവിൽ സർവീസിലേക്ക് നമ്മൾ പരിഗണിക്കുക. അപ്പോൾ ക്ലാസ് 1 ആണ്. ഇനി ഡെപ്യൂട്ടി കളക്ടർ എന്നൊരു എക്സാം നിലവിലിപ്പോൾ നടക്കുന്നില്ല. 2010 അവസാനമായിട്ട് ഡെപ്യൂട്ടി കളക്ടർ എക്സാം നടന്നിട്ട് 2010 നടന്നിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു പണ്ട്, ഡിഗ്രി ലെവൽ എക്സാമാണ്. അപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ എന്ന് പറയുന്ന പൊസിഷനും എന്തിലൊക്കെ ഉൾപ്പെടുന്നു? സ്റ്റേറ്റ് സിവിൽ സർവീസ്. ഇത് ഇങ്ങനെ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങളുടെ ഒരു ധാരണയ്ക്ക് വേണ്ടി അങ്ങനെ ഉൾപ്പെടുത്തി, ഒരു ഉദാഹരണം എന്ന നിലയിൽ ഉൾപ്പെടുത്തി എന്തൊക്കെ വരും എന്ന് ജനറലി അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതിലൊരു ഗവൺമെൻറ് പദ്ധതികളും നയങ്ങളുമൊക്കെ നടപ്പിലാക്കാൻ ഇവർ നേരിട്ട് ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഗവൺമെൻറ് പദ്ധതികളും നയങ്ങളും നടപ്പിലാക്കാൻ അവർ നേരിട്ട് ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. അതുപോലെ സംസ്ഥാന സിവിൽ സർവീസിലോ സംസ്ഥാന പോലീസ് സർവീസിലോ ഒക്കെ ജോലി ചെയ്തവർക്ക് IAS, IPS എന്നീ പദവികളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാവുന്നതാണ്. ഇത് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. IAS, IPS എന്ന് പറയുന്നത് എന്ത് സർവീസിൽ ഉൾപ്പെടുന്നതാണ്? ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസ്.
അപ്പോൾ സംസ്ഥാന പോലീസ് സർവീസിൽ അല്ലെങ്കിൽ സംസ്ഥാന സിവിൽ സർവീസിൽ ജോലി ചെയ്തവർക്ക് എങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടാൻ സാധിക്കും? സ്റ്റേറ്റ് സിവിൽ സർവീസിൽ നിന്നും ഓൾ ഇന്ത്യ സർവീസിലേക്ക്, അഖിലേന്ത്യാ സർവീസിലേക്ക് വേണമെങ്കിൽ സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരികയും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സംസ്ഥാന സിവിൽ സർവീസിൽ നിന്നും എങ്ങോട്ട് പ്രൊമോഷൻ ആകാൻ സാധിക്കും? ഓൾ ഇന്ത്യ സർവീസിലേക്ക് പ്രൊമോഷൻ ആകാൻ സാധിക്കും. ഇനി തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു. സംസ്ഥാന സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കും. ആര് തിരഞ്ഞെടുക്കുന്നു? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് തിരഞ്ഞെടുക്കുക. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇനി ഇത് തിരഞ്ഞെടുപ്പ് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പാകാം. ഇപ്പോൾ KAS പരീക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ്? നേരിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ് നടക്കുക. ഡയറക്റ്റായിട്ട് പരീക്ഷ എഴുതി പാസ്സായി വരുന്നവരുണ്ട്. എന്നാൽ KAS പരീക്ഷ അതിൽ പല കാറ്റഗറിയിൽ പരീക്ഷ എഴുതുന്നവരുണ്ട്. എന്തായാലും പരീക്ഷ എഴുതിക്കൊണ്ടാണ് അവർ വരിക. അതല്ലാതെ ചില പദവികളിലേക്ക് നോക്കിയാൽ തഹസീൽദാർ എന്ന് പറയുന്നത് നേരിട്ടൊരാൾ തഹസീൽദാരാകുന്നില്ല. എന്ത് ചെയ്തുകൊണ്ടാണ്? പ്രമോഷനായി വരുന്നവരുമാകാം. അപ്പോൾ ആ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ അതിലെ കണ്ടീഷൻ എന്ന് പറയുക. അതായത് ഡിഗ്രി യോഗ്യത വേണ്ട പരീക്ഷ സ്ഥാനമാണ് എങ്കിൽ ആ ഡിഗ്രി യോഗ്യത ഉണ്ടാകണം എന്നുള്ളത് ഒരു മാനദണ്ഡമായിരിക്കുന്നു. എന്നിരുന്നാലും സ്ഥാനക്കയറ്റം മൂലവും സ്റ്റേറ്റ് സിവിൽ സർവീസിൽ, അപ്പോൾ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ ആകാം. സ്ഥാനക്കയറ്റം മൂലവും എന്ത് ചെയ്യപ്പെടാം? സ്റ്റേറ്റ് സിവിൽ സർവീസിലേക്ക് വരാം. ഇനി സ്ഥാനക്കയറ്റം നടത്തുന്നു എന്ന് വിചാരിക്കുക. അത് യോഗ്യതയുടെ അല്ലെങ്കിൽ അർഹത അവരുടെ ഒരു മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാകാം. സ്ഥാനക്കയറ്റത്തെക്കുറിച്ച് നോക്കുമ്പോൾ അതൊരു മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാകാം. ഇത്ര വർഷം ജോലി ചെയ്തു, അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്ക് വളരെ ക്ലിയറാണ്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനുകളൊക്കെ നോക്കുമ്പോൾ ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുക. അതുപോലെ സർവീസ് കാലാവധിയും അനുസരിച്ചാണ് എങ്ങോട്ട് സ്ഥാനക്കയറ്റം ലഭിക്കുക? സ്റ്റേറ്റ് സിവിൽ സർവീസിൽ നിന്നും ഓൾ ഇന്ത്യ സർവീസിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുക. അപ്പോൾ സ്ഥാനക്കയറ്റമാകാം. അപ്പോൾ നേരിട്ട് സ്റ്റേറ്റ് സിവിൽ സർവീസിലേക്ക് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പാകാം. അത് മറ്റു പദവികളിൽ നിന്നുള്ള സ്ഥാനക്കയറ്റം മൂലവുമാകാം. ഇനി നിലവിലുള്ള സ്റ്റേറ്റ് സിവിൽ സർവീസിൽ നിന്നും ഓൾ ഇന്ത്യ സർവീസിലേക്ക് നിയമിക്കപ്പെടാമെന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയായിരിക്കും? അവരുടെ ഒരു മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ യോഗ്യതയുടെ അല്ലെങ്കിൽ അർഹതയുടെ അടിസ്ഥാനത്തിലായിരിക്കാം. അതല്ലെങ്കിൽ സർവീസ് കാലാവധിയുടെ അടിസ്ഥാനത്തിലും സ്ഥാനക്കയറ്റം ലഭിക്കാവുന്നതാണ്. ഓരോ സംസ്ഥാനത്തിനുള്ളിലെയും നിയമങ്ങൾ അനുസരിച്ച് യോഗ്യതയിൽ മാറ്റമുണ്ടാകാം. ഇത് യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ 309 അടിസ്ഥാനത്തിൽ, അതായത് പബ്ലിക് സർവീസുകളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 309 ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുക. ഈ ഒരു ഭാഗത്ത് ക്ലാരിറ്റി ലഭിക്കുക. അതായത് ഓരോ സംസ്ഥാനത്തിനുള്ളിലെയും നിയമങ്ങളനുസരിച്ച് യോഗ്യതയിൽ മാറ്റമുണ്ടാകാമെന്നാണ്. ഓരോ സംസ്ഥാനത്തിനുള്ളിലെയും നിയമങ്ങൾ. 309 ആർട്ടിക്കിള് പബ്ലിക് സർവീസുകളെക്കുറിച്ചാണ് പറയുക. പബ്ലിക് സർവീസുകളുടെ നിയമനവും അവരുടെ സേവന വ്യവസ്ഥകളെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന പബ്ലിക് സർവീസുകളിൽ അവരുടെ സേവന വ്യവസ്ഥകളെപ്പറ്റി അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന സർവീസുകളിലേക്ക്, സ്റ്റേറ്റ് സിവിൽ സർവീസുകളിലേക്ക് അവരുടെ സേവന വ്യവസ്ഥകളെപ്പറ്റി അവരുടെ നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് ഓരോ സംസ്ഥാന നിയമസഭയ്ക്കും അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 309 ആർട്ടിക്കിൾ. 309 ആർട്ടിക്കിൾ പറയാണ് പാർലമെൻറ്റിന് ചെയ്യാം. ആരുടെ കാര്യത്തിൽ? കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ നിയമിക്കപ്പെടുന്ന ജോലിക്കാരുടെ കാര്യത്തിൽ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സംസ്ഥാന നിയമസഭയ്ക്ക് നിയമങ്ങൾ നിർമ്മിക്കാം സംസ്ഥാനത്തിന് കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരുടെ സേവന വ്യവസ്ഥകളെ പറ്റി. അങ്ങനെ ചെയ്യാൻ പാർലമെൻറ്റിനും അങ്ങനെ ചെയ്യാൻ സംസ്ഥാന നിയമസഭകൾക്കും അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 309. ഈ 309 എന്ന ആർട്ടിക്കിൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ പറയുകയാണ് ഓരോ സംസ്ഥാനത്തിനെയും നിയമങ്ങൾ നിർമ്മിക്കാൻ, ഓരോ സംസ്ഥാനത്തിലെയും നിയമങ്ങൾ അനുസരിച്ച് ഈ യോഗ്യതയിലൊക്കെ മാറ്റമുണ്ടാകും. സാധാരണ നിലയിൽ എന്താണ് യോഗ്യത വരിക? ബിരുദമാണ് സംസ്ഥാന സിവിൽ സർവീസിലേക്കുള്ള യോഗ്യതയായിട്ട് വരിക. ഒരു ബിരുദം പാസ്സായ ആളാണ്, ഡിഗ്രി വിദ്യാഭ്യാസമുള്ളവരാണ് എന്തിൽ വരിക? സംസ്ഥാന സിവിൽ. സാധാരണഗതിയിൽ എല്ലാ സ്റ്റേറ്റുകളും ഫോളോ ചെയ്യുന്നത് ഈ ഒരു തരത്തിൽ ഡയറക്റ്റായിട്ടുള്ളവരുടെ കാര്യമാണ്. മറ്റ് പ്രൊമോട്ട് ചെയ്തു വരുന്ന ആളുകളുമൊക്കെ ഉണ്ട്. പ്രൊമോട്ട് ചെയ്ത്
വരുന്ന ആളുകളുമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നേരിട്ട് വരുമ്പോൾ എന്താണ്, ബിരുദമാണ് ഒരു സ്റ്റേറ്റ് സിവിൽ സർവീസിലേക്കുള്ള അടിസ്ഥാന യോഗ്യതയായിട്ട് വരിക. 21 വയസ്സാണ് സാധാരണ കുറഞ്ഞ പ്രായം. ഞാൻ ഈ സാധാരണ എന്നിവിടെ പറയാനുള്ള കാരണം, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് എന്ത് വയസ്സ് തന്നെയാണ്, 21 വയസ്സാണ്. അതായത് ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ജനറൽ കൺസെപ്റ്റ്. 20 വയസ്സാകുമ്പോൾ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ KS പരീക്ഷകളൊക്കെ ഈ സെൻട്രൽ തലത്തിലും അങ്ങനെ തന്നെ കേട്ടോ, UPSC തലത്തിലും അങ്ങനെ തന്നെ. ഇപ്പോൾ UPSCയുടെ സിവിൽ സർവീസ് പരീക്ഷകൾ നടക്കുന്നു. അപ്പോൾ ആ വർഷം ഡിഗ്രി പൂർത്തിയാക്കി പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി ഒരു വർഷക്കാലത്തോളം വരും പരീക്ഷയുടെ മുഴുവൻ ഘട്ടങ്ങളും തീരാൻ. പ്രിലിമിനറി ഘട്ടം, പ്രധാന പരീക്ഷ, മെയിൻ എക്സാം, ദെൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പം ഒരു വർഷം കഴിയും. അപ്പോൾ നോർമലി ഇവർക്ക് റിസൾട്ടും വന്ന് ഇവരുടെ ഒരു പ്രായം എത്രയിലെത്തും എന്നുള്ള കൺസെപ്റ്റ് 21-ലെത്തും എന്നുള്ള. അതുകൊണ്ട് ജനറലി എത്ര വയസ്സാണ്, 21 വയസ്സാണ് കുറഞ്ഞ പ്രായം. പ്രായപരിധി 32 മുതൽ 35 വരെയൊക്കെ ആകാം എന്നുള്ളതാണ്. അത് സംസ്ഥാനത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാണ്. ഓരോ സ്റ്റേറ്റ് സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇതാണ് നമ്മൾ തൊട്ട് മുമ്പ് 309-ാമത്തെ ആർട്ടിക്കിൾ പറഞ്ഞു. ആ സ്റ്റേറ്റിന് നിർമ്മിക്കാം എങ്ങനെയായിരിക്കണമെന്ന്. സാധാരണ എത്രയാണ് കുറഞ്ഞ പ്രായം, 21 ആണ്. പിന്നെ റിസർവേഷനൊക്കെ വരുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം. മാറ്റങ്ങളൊക്കെ പല നിയമങ്ങളനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും. എന്നിരുന്നാലും 21 വയസ്സാണ് കുറഞ്ഞ പ്രായപരിധി. 32 മുതൽ 35 വരെയൊക്കെ ആകാം ഉയർന്ന പ്രായപരിധി. ഇനി ചില പദവികളിലേക്ക് 3 ഘട്ട പരീക്ഷകളിലൂടെയാണ് പ്രവേശനം നടക്കുക. 3 ഘട്ടം. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ KS പരീക്ഷകൾ. KS പരീക്ഷകളിലേക്ക് നോക്കുമ്പോൾ ജനറലി ഒരു പ്രിലിമിനറി ഉണ്ട്, ദെൻ പ്രധാന പരീക്ഷ, മെയിൻ എക്സാം ഉണ്ട്, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ഘട്ട പരീക്ഷകളിലൂടെ, ചിലത് 2 ഘട്ട പരീക്ഷകളിലൂടെ നടക്കുന്നൊക്കെയുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിൽ നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയിലേക്ക് നമ്മൾ എങ്ങനെ വരുന്നു, ഇപ്പോൾ നിലവിൽ PSCയുടെ സിസ്റ്റം അനുസരിച്ച് കോമൺ ആയിട്ട് നമുക്കൊരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി ഉണ്ടാകും, അല്ലെങ്കിൽ ഡിഗ്രി ലെവലിനൊരു മെയിൻ എക്സാമും ഉണ്ടാകും. അങ്ങനെയുണ്ട് 2 ഘട്ട പരീക്ഷ, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ 3 ഘട്ട പരീക്ഷകളിലൂടെയാണ് ചിലതിൽ എന്ത് നടക്കുക, പദവികളിലേക്ക് പ്രവേശനം നടക്കുക. അതും സംസ്ഥാന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഒരു ജനറൽ എന്താണ് ഒരു സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്നുള്ള ധാരണയാണ് നമുക്ക് ഇവിടെ ഉണ്ടാകേണ്ടത്. അപ്പോൾ പ്രൊവിൻഷ്യൽ സിവിൽ സർവീസ് എന്നറിയപ്പെട്ടിരുന്നവയാണ് പിന്നീട് എന്താകുക, സ്റ്റേറ്റ് സിവിൽ സർവീസ്, സംസ്ഥാന സിവിൽ സർവീസായി മാറുക. പ്രധാനപ്പെട്ട ഉദ്യോഗ പദവികളാണ് ഇതിൽ ഉൾപ്പെടുക. നമുക്ക് KS ഒരു ഇതിൻ്റെ എക്സാമ്പിളാണെന്ന് പറഞ്ഞു. ഇനി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് സ്റ്റേറ്റ് സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുക. അതുപോലെ ഓൾ ഇന്ത്യ സർവീസിലേക്ക് അവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള അവസരവും ഉണ്ടാകും. ഓൾ ഇന്ത്യ സർവീസിലേക്ക് സ്ഥാനക്കയറ്റവും ലഭിക്കാനുള്ള. ഇനി നേരിട്ട് ഉള്ള നിയമനങ്ങളാകാം, നേരിട്ട് നിയമിക്കപ്പെടുന്നതാകാം, സ്ഥാനക്കയറ്റത്തിലൂടെയും വരുന്നവരാകാം. ഓൾ ഇന്ത്യ സർവീസിലേക്കൊക്കെ സ്ഥാനക്കയറ്റം എന്ന് പറയുമ്പോൾ അർഹതയുടെയോ അല്ലെ സർവീസ് കാലാവധിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നടക്കുക. ഇനി സ്റ്റേറ്റ് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ ആർക്ക് റൈറ്റ് ഉണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റൈറ്റ് ഉണ്ട്, നിയമസഭയ്ക്ക് റൈറ്റ് ഉണ്ട്. കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെൻറ്റിന് റൈറ്റ് ഉണ്ട്. അത് പാർലമെൻറ്റിനെയും സംസ്ഥാന നിയമസഭയെയും അതിന് ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ഏത് ആർട്ടിക്കിളിലൂടെ? 309-ാമത്തെ ആർട്ടിക്കിളിലൂടെ. സാധാരണ നിലയിൽ സ്റ്റേറ്റ് സിവിൽ സർവീസിന് യോഗ്യത ബിരുദമാണ്, 3 ഘട്ട പരീക്ഷയാകാം. പ്രായപരിധി കുറഞ്ഞത് സാധാരണ 21 ആണ്, 32 മുതൽ 35 വരെയാകും. ഇത് ജനറലി എന്താണ് സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്നതിനെ പറ്റിയാണ്.